ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതയും മഹേഷിന്റെയും ആ ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. അവര് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ മഹേഷിനെ കാണാൻ വേണ്ടി ഡോക്ടർ ദേവിക വരുന്നുണ്ട്. സത്യങ്ങളൊക്കെ മഹേഷിനോട് വിളിച്ചു പറയാട്ടോ. അവര് താൻ തെറ്റ് ചെയ്തു പോയി, ഇഷിത ഒരു പാവമായിരുന്നു, അന്ന് മനസ്വിനി തന്ന പണത്തിന്റെ മുകളിലാണ് താൻ കള്ളം പറഞ്ഞത് എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ തന്നെ ഈ ഡോക്ടർ ദേവിക പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോ മഹേഷ് ക്ഷമിക്കും എന്നൊക്കെയാണ് ഇവര് വിചാരിച്ചത്. പക്ഷെ മഹേഷ് അവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മഹേഷ് ഈ കാര്യം ഇഷിതയുടെ അടുത്ത് പറയുന്നില്ല. കാരണം ഇഷിത തകർന്നു പോകും. ഇഷിതയെക്കാളും തകരാൻ പോണത് വീട്ടുകാരായിരിക്കും ഇഷിതയുടെ. അപ്പൊ അതുകൊണ്ട് പറയണ്ടെന്ന് തന്നെ മഹേഷ് തീരുമാനിക്കുകയാണ്. വൈകിട്ട് ഇഷിത വരുമ്പോ മഹേഷിന് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ ഇഷിതയുടെ മുഖം കാണുമ്പോ. കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു കുഴപ്പമില്ലാത്ത ആ ഒരു ഇഷിത എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിനെ എത്രമാത്രമാണ് എന്തുമാത്രം മറ്റുള്ളവർ കളിയാക്കിയത്, പരിഹസിച്ചത്. ഒരു അമ്മയാവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് താൻ പോലും ഇഷിതനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടല്ല, വിവാഹത്തിന് മുമ്പ് ഒരുപാട് ഇഷിതനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അമ്മയാവാൻ കഴിയാത്ത സ്ത്രീ, പെണ്ണല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിൽ മഹേഷിന് വളരെ വിഷമം തോന്നട്ടോ. മഹേഷ് ഇങ്ങനെ ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇഷിത ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷ് എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് നോക്കണത്? മഹേഷിന് ഇപ്പൊ നോട്ടം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇഷിത പറയുമ്പോ മഹേഷ് പണ്ടേ ഒന്നുമില്ലടോ, ഞാൻ വെറുതെ തന്നെ നോക്കിയതാണ്. ഇപ്പൊ മഹേഷിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. മഹേഷിന് എന്നോട് വല്ലാത്തൊരു ഇഷ്ടവും പ്രണയമൊക്കെ ഇല്ലേ, അത് മനസ്സിൽ ഇപ്പൊ കാണാം എനിക്ക്. അതുകൊണ്ട് മഹേഷിനോട് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ, മഹേഷ് അത് അനുസരിക്കാവോ എന്ന് ഇഷിത ചോദിക്കുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോ മഹേഷിന്റെ മുമ്പിൽ ഇഷിത രണ്ട് കൈയും ഇങ്ങനെ നീട്ടി ഇങ്ങനെ നിക്കുവാട്ടോ. വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മഹേഷ് അപ്പൊ ഇഷിത നോക്കാണ്. എടോ മഹേഷ് വാ, ഞാനില്ലേ, മഹേഷ് എന്റെ അടുത്തേക്ക് വാ, മഹേഷിന് പറ്റും, മഹേഷ് എഴുന്നേക്ക് എന്നൊക്കെ ഇഷിത പറയാണ്. മഹേഷ് ഇങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കേട്ടോ. ഇല്ലടോ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ല, മഹേഷിന് പറ്റും, ഉറപ്പായിട്ടും സാധിക്കും. മഹേഷ്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഒരു സെക്കൻഡ് മതി. മഹേഷ് വിചാരിച്ച മഹേഷിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. മഹേഷിന് അതിനുള്ള ആരോഗ്യവും ഉണ്ട്, അതുപോലെ തന്നെ മനസ്സിന് നല്ല ധൈര്യവും കട്ടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷ് വാ, നമുക്ക് ജീവിക്കണ്ടേ, നമ്മൾ വിചാരിച്ച പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ രണ്ട് മക്കളുടെ കൂടെ, ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ കൂടെ നമുക്ക് ജീവിക്കണ്ടേ മഹേഷ്. മഹേഷ് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ നീട്ടി ഇഷിത വിളിക്കാട്ടോ. മഹേഷ് പതുക്കെ പതുക്കെ ഇങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ മഹേഷ് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രണ്ട് കൈ നീട്ടി നിക്കണ കാണുമ്പോ മഹേഷ് പതുക്കെ അങ്ങനെ എഴുന്നേക്കാണ്. ഇഷിതക്ക് സന്തോഷാവാണ്. ഇഷിത പതുക്കെ പുറകിലേക്ക് ഇങ്ങനെ നീങ്ങി പോവാണ് മഹേഷ് ഇങ്ങനെ നടന്നു വരാനായിട്ട്. അങ്ങനെ ഇഷിത നീങ്ങി ഹോളിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ മഹേഷ് ഇങ്ങനെ നടന്ന് വരുവാട്ടോ. അങ്ങനെ ഇഷിത ഇങ്ങനെ മഹേഷിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോഴേക്കും സ്വപ്നവലിക്ക് രാമനാഥനൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ മഞ്ജിമക്ക് ഒരു സന്തോഷമില്ല കേട്ടോ. അയ്യോ, ഇവൻ എഴുന്നേറ്റ് നടന്നോ, എന്നാൽ എല്ലാം തീർന്നു, ഷോ ഇവൻ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നോ എന്നൊക്കെയാണ് മഞ്ജിമ വിചാരിക്കണത്. സ്വപ്നവലിക്കൊക്കെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയായിട്ട് പറയുന്നുണ്ട്. അയ്യോ, ഞാൻ എന്തായി കാണുന്നത്, എന്റെ മോന് ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു, എന്റെ മോന് എന്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് സ്വപ്നവല്ലി. രാമനാഥനും അങ്ങനെ തന്നെയാട്ടോ. അങ്ങനെ മഹേഷ് പഴയ പോലെ തന്നെ ആ ഒരു തലയുയർപ്പോട് കൂടി തന്നെ നടന്നു വരുവാണ്. ഇഷിതക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അത് നടന്നു വരാൻ നമ്മൾ ചിപ്പിയൊക്കെ കൈയടിച്ച് പാസ്സാക്കാട്ടോ. പക്ഷെ മഹേഷ് നടന്നു വരുന്നത് ഇഷിതയുടെ അടുത്തേക്കാണ്. ശേഷം പരിസരം പോലും നോക്കാതെ മഹേഷ് ഇഷിതനെ പൊക്കിയെടുക്കാട്ടോ. ഇഷിത പറയുന്നുണ്ട്, മഹേഷ് എന്താ കാണിക്കണത്, നോക്ക് അച്ഛനും അമ്മയും ചിപ്പിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞ് മഹേഷ് പൊക്കിയെടുത്ത് ഇങ്ങനെ കറക്കുവാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട്, വാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ മോളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ചിപ്പിനെയും കുട്ടികളും അവർ അപ്പുറത്തേക്ക് പോവാണ്. അവരവരുടെ റൊമാൻസ് കാര്യങ്ങളായിട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ ഇഷിതയും മഹേഷും ഭയങ്കര സന്തോഷത്തിലായിട്ട് അവര് പരിസരമൊക്കെ മറന്ന് അങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് ഇഷിത മഹേഷിനോട് പറയാണ്, എനിക്കൊരു ആഗ്രഹം. എന്താ? അല്ല, നമുക്ക് നമ്മുടെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് ഒരു ടൂറ് പോയാലോ? അതിന് ആദ്യം സമ്മതിക്കോടോ? അവന്റെ മമ്മീനെ ഉപേക്ഷിച്ച് വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണ്, പക്ഷേ വിളിച്ചു നോക്കിയാൽ അവൻ വരുമായിരിക്കും. പിന്നെ മഹേഷ് രചന എടുത്ത് പറയുകയാണെങ്കിൽ രചന അവനെ വിടുകയും ചെയ്യും. താൻ അത് പറഞ്ഞ ശരിയാണ്, പക്ഷെ രചന പോവാൻ പറഞ്ഞാലും അവൻ വരുമോ? വരും മഹേഷ് ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറയണം. അങ്ങനെ മഹേഷ് അതിനെ വിളിക്കുന്നുണ്ട്. മോനെ, ഡാഡി പറ ഡാഡി. ഡാഡിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അറിഞ്ഞു ഡാഡി, ഭയങ്കര സന്തോഷം, ഞാൻ ഡാഡിനെ കാണാൻ വരാൻ നിൽക്കുമായിരുന്നു. മോനോട് വേറൊരു കാര്യം ഡാഡിക്ക് പറയാനുണ്ട്. എന്താ ഡാഡി? ഞങ്ങളൊരു ചെറിയൊരു ടൂർ പ്ലാൻ ചെയ്യണം, ഒരു വൺ ഡേ ട്രിപ്പാ. മോനും കൂടി വരാവോ? തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാ പോണത്. ഡാഡി, അത് മോനെ രാവിലെ പോയിട്ട് വൈകിട്ട് വരാം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ശരി ഡാഡി, ഞാൻ വരാം എന്ന് ആദ്യം പറയണം. അങ്ങനെ ആദ്യം ഇഷിതയും ചിപ്പിയും മഹേഷും കൂടി ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അവർ അടിച്ചു പൊളിക്കായിട്ട് പുറത്തൊക്കെ പോയിട്ട് നല്ല കറങ്ങി നടക്കുന്നുണ്ട്. അതേസമയം മഹേഷ് ആണെങ്കിൽ രചനയെടുത്ത് ചെറിയൊരു നുണ പറയാണ്.
ആകാശാണ് ആ ആക്സിഡന്റിന് പിന്നിലെന്ന് തെളിയിച്ചു കഴിഞ്ഞ രചനയുടെ സ്നേഹം കണക്കിലെടുക്കാം. രചനയുടെ സ്നേഹം ഇനി തള്ളിക്കളയില്ല എന്നൊരു ഉറപ്പ് മഹേഷ് കൊടുക്കാട്ടോ. ആ ഒരു ഉറപ്പിന് പുറത്ത് രചന എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ആകാശാണെന്ന് തെളിയിക്കാൻ വേണ്ടി, ശരിക്കും ആ ദിവസം ആകാശ് അവിടെ ഇല്ല കേട്ടോ. ആകാശ് പുറത്ത് എവിടെ പോയതാണ്. പക്ഷെ ആകാശ് അവിടെ ഉണ്ടെന്ന് തെളിയിക്കണമല്ലോ. അപ്പൊ ആകാശിന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ നശിപ്പിച്ച് കളയാട്ടോ രചന. കാരണം ഇപ്പൊ ഈ കേസും കാര്യങ്ങളൊക്കെ വന്ന ആകാശം ആദ്യം കാണിക്കാൻ പോണത്, ഞാൻ ഫ്ലൈറ്റിലായിരുന്നോ, ഞാൻ പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പിന്നെ താൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ ആ തെളിവും കാര്യങ്ങളൊക്കെ തന്നെ രചന നശിപ്പിച്ച് കളയാണ്. മാത്രല്ല, ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത് ആകാശാണെന്ന് പറഞ്ഞ് ഒരുപാട് തെളിവുകളൊക്കെ രചന ഉണ്ടാക്കിയിട്ട് മഹേഷിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പക്ഷെ മഹേഷ് അതൊക്കെ വിശ്വസിക്കുന്നൊന്നുമില്ല. പിന്നെ ഇഷിത അതൊക്കെ നോക്കിയിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ്, രചന പറഞ്ഞ ഈ തെളിവുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് രചനയാണ് ആള്. മഹേഷിനെ ഇപ്പൊ സ്വന്തമാക്കാൻ വേണ്ടി രചന പല നുണയും പറയും. എനിക്ക് ഇത് അതുപോലത്തെ ഒരു നുണയാണെന്നാ തോന്നുന്നത് മഹേഷ്. ഇതിന്റെ പിറകിൽ ആരാന്ന് ശരിക്കും സാന്ദ്ര എന്ന് പറഞ്ഞ കൂട്ടുകാരി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അവര് തെളിയിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു തെളിവും കൊണ്ടുവരുവാട്ടോ നമ്മുടെ സാന്ദ്ര. അവസാനം ആ തെളിവ് കിട്ടി. ഇതിന്റെ പേരിൽ രചനയും അതുപോലെ തന്നെ രചനയുടെ കൂട്ടുകാരി ആണെന്നുള്ള സത്യം. അതായത് ഇഷിതയുടെ മഹേഷ് നിൽക്കുന്ന ഫ്ലാറ്റിന്റെ ആ ഒരു പുറത്ത് ഇവരുടെ നമ്പർ ആ ഒരു സമയത്ത് ആ ഏരിയയിൽ ഉണ്ടായിരുന്നെന്നും, അതുപോലെ തന്നെ മഹേഷിന്റെ ആക്സിഡന്റ് ഉണ്ടാവണ സമയത്ത് രചന പറഞ്ഞത് എന്താണ്, ആദിയുടെ ബസ് ഡ്രൈവർ ആണ് രചന അടുത്ത് ഈ ഒരു മഹേഷിന്റെ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞെന്ന്. പക്ഷെ അതങ്ങനെയല്ല. രചനയുടെ ഫോൺ ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. മഹേഷിന്റെ ഫോണിന്റെ ആ ഒരു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ CCTV കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. രചന തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള സത്യം. പക്ഷെ ഇതിന്റെ പുറകെ രചനയാണെന്ന് അറിഞ്ഞാലും മഹേഷും ഇഷിതയും ഒന്നും ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ആദിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആദിക്ക് അത് വല്ലാത്ത വിഷമമായിരിക്കുമല്ലോ. തന്റെ മമ്മി ജയിലിൽ പോയി കിടക്കാണെന്ന് പറഞ്ഞാൽ ആദിക്ക് പിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദിനെ വിചാരിച്ച് മാത്രം ഇവരിപ്പോ രചനയാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞാലും അതിന്റെ പുറകെ പോവാനൊന്നും ചാൻസ് ഒന്നുമില്ല കേട്ടോ. എന്തായാലും രചനയാണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടി തന്നെ കാണാൻ സാധിക്കും. അതിനേക്കാളും ആദ്യം കാണാൻ പറ്റുന്നത് നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെയും ആ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി കാണാൻ പോണത്. അത് മാത്രല്ല, മഹേഷ് നടന്നു വരുന്ന ഭാഗം നമുക്ക് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ ഉണ്ടാവും കേട്ടോ. തിങ്കളാഴ്ച ആ ഡോക്ടർ ദേവിക വന്ന് സത്യങ്ങളൊക്കെ മഹേഷിനോട് പറയുന്ന ഭാഗങ്ങളായിരിക്കും. ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും. ചൊവ്വാഴ്ചയാണ് മഹേഷ് എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് മഹേഷും ഇഷിതയും ചിപ്പിയും ആദ്യം നമ്മൾ ആ ഒരു ട്രിപ്പ് തന്നെയായിരിക്കും. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് തന്നെയാണ് ഇഷ്ടമാത്ര സീരിയലിൽ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോണത്. ഇഷിതയുടെ ആ ഒരു കുഞ്ഞുണ്ടാവാൻ പോണ ഭാഗങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ പെട്ടെന്ന് കാണിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ വിനോദും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗങ്ങളൊക്കെ വരുമായിരിക്കും. പിന്നെ കുറെ ഭാഗങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഇഷിതയും മഹേഷും ഒന്നായി എന്ന് പറയുമ്പോൾ രചനയായിരിക്കും ഇനി മെയിൻ വില്ലത്തി. ആകാശിനേക്കാളും വില്ലത്തി ആവാൻ പോണത് രചന തന്നെയായിരിക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.